ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഞാനില്ലേ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് മീഷോയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ടേബിൾ മാറ്റാണ്. നല്ല അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. ടേബിൾ മൊത്തത്തിൽ നമുക്ക് നല്ല നീളത്തിൽ സൈസൊക്കെ ഉള്ള നീളം സൈസൊക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷേ ഫസ്റ്റ് ഞാൻ ഇതായിരുന്നു വാങ്ങിച്ചത്. അന്നേരം ഞാൻ അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. എനിക്ക് ആ ഒരു ഫോട്ടോയിൽ കണ്ടേരം നല്ല സൈസ് ഉള്ളതായിട്ട് തന്നെ തോന്നി. പക്ഷേ അത് കിട്ടിയേരം ചെറുതാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു രൂപത്തിലുള്ളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇത് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള തുണിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ടേബിളിലൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ടേബിളിൻ്റെ മുകളിൽ നമ്മൾ ഡ്രൈ ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗളാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ബൗളാട്ടത്. ബൗൾ തന്നെ അതിനെ പറയാൻ തോന്നുന്നത്. ഒരു ഗ്ലാസിൻ്റെ ബൗളാണ്. ഇതിൽ നമ്മൾ ഡ്രൈ ഫ്ലവറൊക്കെ വെച്ചാൽ നല്ല സ്മെല്ലടിക്കാനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഇതും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് അയച്ചു തരാം. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കിച്ചൺ ടവലാണ് കേട്ടോ. ടവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കണ ടവലാണ്. ബീക്കോൻ്റെ പ്രൊഡക്റ്റാണ് ഇത്. ഒന്ന് എടുത്താൽ ഒന്നും കൂടെ ഫ്രീ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഇതിൻ്റെ കൂടെ കിട്ടും. വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ. 100 സംതിങ് അങ്ങനെ എന്തോ, 110 120 അങ്ങനെ എന്തോ ചെറിയ റേറ്റിനാണ് ഇത് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇത് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിതൊന്ന് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് വാഷ് ചെയ്തായാലും നമുക്കിത് കുറേ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഓപ്പൺ ചെയ്ത് കാണാം. അങ്ങനെ ഞാൻ ഇത് പൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൽ ഒന്ന് നമുക്ക് എടുത്തതിന് ശേഷം ബാക്കി നമുക്കിങ്ങനെ എടുത്ത് വെക്കാം. ഒന്ന് എടുത്താൽ ഒരുപാട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ശ്രമിച്ചു നോക്കാം എന്താ പാടെന്നുള്ളത്. അപ്പോൾ ഇതിനിങ്ങനെ ഓരോ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു അടയാളങ്ങളുണ്ട്. അതിൻ്റെ വലിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് കത്രിക ഉപയോഗിച്ചൊന്നും വെട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് തുടച്ച് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഈ ടേബിൾ തുടക്കലാണ്. പക്ഷേ നല്ല സുഖം കിട്ടും തുടക്കാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ ടവലൊക്കെ ഉപയോഗിച്ച് തുടക്കണം അതേപോലെ തന്നെ നല്ലോണം ക്ലീനായിട്ട് കിട്ടും ചെയ്യും. ചളി കാര്യങ്ങൾ പൊടി അതൊക്കെ ഉണ്ടെങ്കിൽ തുടക്കാനായിട്ട് പറ്റും. പിന്നെ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം തുടക്കാൻ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടെ കഴുകിയതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുകിയിട്ടും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. പഴയതുപോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ആക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനതൊന്ന് കഴുകി നോക്കിയപ്പോൾ സെയിം ഒരു പറഞ്ഞ അതേപോലെ തന്നെയാണ്, വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളിയാണ് ഇത് കാണാനല്ല ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മീഷോയിലും ഫ്ലിപ്കാർട്ട് എല്ലാ ഇതിലും കിട്ടുന്നതാണിത്. പിന്നെ ഇത് നമുക്ക് നമ്മളുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്ന ആ ഒരു ടവലില്ലേ അതിൻ്റെ അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല എത്ര അഴുക്കുണ്ടെങ്കിലും. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മാറ്റാണ് കേട്ടോ. ചില സമയത്ത് ഇതിൻ്റെ പേരൊക്കെ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റാണ് കാണിക്കുന്നത്. ഇതും നമുക്ക് നമ്മളെ കിച്ചണിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ എന്താ പറയുക, സിങ്കിൽ നിന്നൊക്കെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നല്ലോണം കൗണ്ടർ ടോപ്പിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യും, ആ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വെള്ളത്തിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പ്ലേറ്റൊക്കെ കഴുകിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് വേറൊരു പ്രൊഡക്റ്റ് കേട്ടോ. ഇത് മുന്നേ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോകിന് അത് കണ്ടേരം വേഗം മോൻ തന്നെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇത് മോൻക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുള്ളാണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ചെറിയ റേറ്റ് ഉള്ളൂ, പക്ഷേ നല്ല റിമോട്ട് കൺട്രോളൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് നല്ല പറക്കണ ഒരു ഇതാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതിപ്പോൾ നമ്മൾ
വീടിൻ്റെ ഉള്ളിൽ നിന്നായതുകൊണ്ടാണ് ഇത് നല്ല ഹൈറ്റിൽ പറക്കാൻ പറ്റാത്തത്. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഹൈറ്റിൽ നല്ലോണം പൊന്തിയിട്ടത് പറക്കും. ഈ റിമോട്ടുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. ഇത് ചാർജ് ആക്കലാണ്, അതിൻ്റെ ഒരു ചാർജർ കൂടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ബാറ്ററി ഉണ്ട് കേട്ടോ. ബാറ്ററിക്കാണ് ഇത് ഒരു സൗണ്ട്, നമ്മൾ ഫ്ലൈറ്റൊക്കെ പൊങ്ങുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യും.